അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജിനി. ഞാൻ ഒലവക്കോട് ഇടവംഗമാണ്. എനിക്ക് നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൈക്കൊരു മരവിപ്പുണ്ടായിരുന്നു. അത് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ കൈ പിടിക്കുമ്പോഴും പിന്നെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ അതൊരു തുടക്കം ആയിട്ടായിരുന്നു. ഞാനതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു. പക്ഷേ അത് വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് മഴയും തണുപ്പും കൂടുതലായിരുന്ന സമയത്ത് എനിക്ക് ഫാനിൻ്റെ കാറ്റ് കൊള്ളാൻ പറ്റില്ല, പെട്ടെന്ന് കൈ മരവിച്ച് കയറും. അങ്ങനെ ഒരു അവസ്ഥ വന്നു. അതുമല്ലേ കാലിലേക്കും കൂടെ, കാലിൻ്റെ പാദത്തിലേക്കും കൂടെ അത് വരാനായിട്ട് തുടങ്ങി. കഴിഞ്ഞ ഡിസംബർ മാസം ആയപ്പോഴേക്കും ഈ കൈയുടെ മരവിപ്പ് ഭയങ്കരമായിട്ട്, എന്ന് വെച്ചാൽ നമുക്കത് രാത്രിയിലൊക്കെ എനിക്കൊരു 1:30-2 മണി സമയമൊക്കെ ആകുമ്പോൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഉറക്ക കരയാൻ തോന്നും. കാരണം ഈ കൈ ഇങ്ങനെ തോള് മുതൽ ഷോൾഡർ മുതൽ കൈയുടെ വിരലിൻ്റെ അറ്റം വരെ ഭയങ്കര കട്ടിയിലിരിക്കും. നമുക്ക് എഴുന്നേക്കാനും പറ്റില്ല. എനിക്ക് ഈ കൈ കൊണ്ട് ഈ കയ്യെ താങ്ങിയിട്ട് വേണം അതിനെ ഒന്ന് പൊക്കാനായിട്ട്. അപ്പം അത്ര അങ്ങനെ മരവിച്ച് കയറുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ കൈക്ക് ഭയങ്കര വേദന, നമുക്കതിനെ ശ്വാസം മുട്ടുന്ന പോലെ ഒരു ഫീല് വരും. കൈ താങ്ങാൻ പറ്റുന്നില്ലാത്ത മരവിപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെർവ് കണ്ടൻസൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അത് നെർവിൻ്റെ കംപ്രഷനാണ്. 2 കൈക്കും, ഈ ഇടത് കൈക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം ചോദിച്ചു. അച്ഛൻ കുറച്ച് വചനങ്ങളൊക്കെ തന്നിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വചനങ്ങളങ്ങനെ ഒരുപാട് പ്രാവശ്യമൊന്നും ഞാൻ ആവർത്തിച്ച് ചെല്ലിയില്ല, എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കും. എൻ്റെ ഹസ്ബൻഡ് ദിവസം 100 പ്രാവശ്യം വീതം ഈ വചനം എനിക്ക് വേണ്ടി ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും സമയം കിട്ടുമ്പോഴും ഓർക്കുമ്പോഴും എല്ലാം ഈ വചനം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ എന്തായാലും ഞാനിവിടെ ശുശ്രൂഷയൊക്കെ ആരംഭിച്ചു. അതിനുശേഷം അച്ഛൻ ഇവിടെ എനിക്ക് കരുണക്കൊന്ത ചെല്ലാനായിട്ട് ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ആ ചൊല്ലാനായിട്ടിട്ടു. ഞാൻ വിചാരിച്ചു എൻ്റെ ഈശോയെ എനിക്ക് മൈക്ക് പിടിച്ചിട്ട് ഞാൻ എന്തായാലും ഇത് ചൊല്ലില്ല, മൈക്ക് പിടിക്കണം, കൊന്ത പുസ്തകം എൻ്റെ മനസ്സിലിങ്ങനെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്നിട്ട് ചൊല്ലാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലോർത്തു. അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ മുമ്പിലല്ലേ ഞാൻ ചൊല്ലുന്നത്, അത് ഈശോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളെന്ന് വിചാരിച്ചിട്ട് അന്ന് ആദ്യത്തെ ദിവസം ചൊല്ലിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മൈക്ക് കയ്യിൽ നിന്ന് താഴെ പോയി എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് 2ാമത്തെ പ്രാവശ്യം അച്ഛൻ കരുണക്കൊന്ത എനിക്ക് ഇട്ടപ്പോൾ ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണം, കഴുകി വിശദീകരിച്ച് നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, അതെന്താണെന്ന് വെച്ചാൽ നീ ഏറ്റെടുത്തോണമെന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വചനം ആവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങി. താഴെ പോയത് ഭയമാണ്, താഴെ പോയത്. അങ്ങനെയുള്ള പേടികളും നമ്മളുള്ള തിക്താനുഭവങ്ങളും നമുക്ക് കിട്ടും. നമുക്ക് ഭയം വരും, പക്ഷെ അതിനെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലേ? രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. ഷോൾഡർ പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത്, സന്ധ്യാപ്രാർത്ഥന സമയത്ത്, എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഈ പെയിൻ നമ്മളിങ്ങനെ കുത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊരു അസഹനീയമായൊരു വേദന. അപ്പോൾ ഞാനത് 2-3 ആഴ്ചകൾക്ക് മുമ്പ് അച്ഛനിങ്ങനെ അടുപ്പിച്ച് ഇവിടെ ആരാധന സമയത്തൊക്കെ ഷോൾഡർ പെയിൻ സൗഖ്യപ്പെടുത്തുന്നു. ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസം അച്ഛനിങ്ങനെ പറയുമ്പോൾ തന്നെ എൻ്റെ വേദന വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ കൈവക്കാൻ പറഞ്ഞപ്പോൾ ആരൊക്കെയോ കൈവക്കിയ സാക്ഷ്യം പറഞ്ഞെങ്കിലും ഞാൻ ആ സമയത്ത് എഴുന്നിട്ടില്ല. പിറ്റേ വെള്ളിയാഴ്ച ദിവസം വീണ്ടും അച്ഛനിങ്ങനെ ഷോൾഡർ പെയിൻ ബാക്ക് വശത്ത് ഇങ്ങനെ കുത്തി വേദന എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എന്തായാലും എനിക്ക് ആ വേദന പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു.